الحمد لله العزيز الحميد، والحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا. والحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله، وكونوا عباد الله إخوانا. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമേ എന്നും മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ അമലുകൾ ഒരുക്കി വെച്ചുകൊണ്ട് ജീവിക്കണമേ എന്നും ആമുഖമായി സ്വന്തത്തെ വിസ്മരിക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ നല്ലവരായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ദിവസവും ചുരുങ്ങിയത് 17 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ നെഞ്ചത്ത് കൈവച്ച് നിന്നുകൊണ്ട് നമ്മൾ എടുക്കുന്നൊരു പ്രതിജ്ഞയുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ,
നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുമെന്നുള്ള പ്രതിജ്ഞയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഒരു മനുഷ്യൻ പാരായണം ചെയ്യുമ്പോൾ അതിന് അല്ലാഹു മറുപടി പറയുന്നുണ്ട് എന്നാണ്. വഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അല്ലാഹ് പറയും ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോന്ന് പറയുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടിയായി കൊണ്ട് അവൻ്റെ ഭാഗത്ത് നിന്ന് പറയുമെന്നാണ്. എന്നാൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇതെനിക്കും എൻ്റെ അടിമക്കുമിടയിലുള്ള കരാറാണ്. ഇതെനിക്കും എൻ്റെ അടിമക്കുമിടയിലുള്ള കരാറാണ്. എന്താണ് സഹോദരങ്ങളെ അങ്ങനെ പറയാനുള്ള കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതിന് പിന്നിലെ ഉദ്ദേശം തന്നെ അവനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു ദാരിയാത്തിന്റെ 56-ാമത്തെ വചനത്തിലൂടെ അല്ലാഹ് പറഞ്ഞല്ലോ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്തിനു വേണ്ടിയിട്ടല്ലാതെ, ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ. സഹോദരങ്ങളെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാളിൽ അവസാനമായി ജനിക്കുന്ന കുഞ്ഞുവരെ സകല മനുഷ്യരെയും സകല ജിന്നുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതിന്റെ ഉദ്ദേശം അവനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. മറ്റാരിലേക്കും തിരിക്കാതെ ഇബാദത്തിന്റെ എല്ലാ അംശവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകുക എന്നുള്ളതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ. ഇനി നോക്കൂ നിങ്ങൾ, ആ ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ചില ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പ്രാർത്ഥന വേറെ ഇബാദത്ത് വേറെ എന്ന രൂപത്തിലാണ്. എന്നാൽ അങ്ങനെയല്ല വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചല്ലോ, അദ്ദുആഹു ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ഇബാദത്തിന്റെ സത്തയും മജ്ജയുമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ചോദിക്കപ്പെട്ടു, പ്രാർത്ഥന ഇബാദത്തിന്റെ പകുതിയാണെന്ന് താങ്കൾ കേട്ടിട്ടുണ്ടോ? പ്രാർത്ഥന ഇബാദത്തിന്റെ പകുതിയാണെന്ന് താങ്കൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം അതിന് നൽകുന്ന മറുപടി, ലാ ബൽ ഹുവൽ ഇബാദത്തു കുല്ലുഹാ, ഇല്ല, ദുആ പരിപൂർണമായും ഇബാദത്താണ് എന്ന് പ്രവാചകന് 10 വർഷക്കാലം സേവനമനുഷ്ഠിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുമ്പോൾ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ആത്മാർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മാർത്ഥമായി നമ്മൾ തിരിച്ചറിയേണ്ടത് ഇബാദത്ത് അല്ലാഹുവിനു വേണ്ടി മാത്രമാണ് എന്നിരിക്കെ ആ ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമായ പ്രാർത്ഥനയും അല്ലാഹുവിനോട് മാത്രമായിരിക്കണമെന്നുള്ളതാണ്. അതല്ലാതെ നമ്മുടെ പ്രാർത്ഥനകൾ കല്ലുകളിലേക്കോ മരങ്ങളിലേക്കോ മക്ബറകളിലേക്കോ പാറക്കഷ്ണങ്ങളിലേക്കോ തിരിയേണ്ടതല്ല നമ്മുടെ പ്രാർത്ഥനകൾ. മറിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം. അതാണ് വ്യക്തവും കൃത്യവുമായി കൊണ്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, എന്തിനാ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചത്? എന്തിനാ വലിയ വലിയ ദുരിതങ്ങൾ അനുഭവിച്ചത്? എന്തിനായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനു വേണ്ടിയിട്ടായിരുന്നു. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നതിന് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇതാ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനാ സഹോദരങ്ങളെ ബദർ നടന്നത്? അള്ളാഹുവിനെ വിളിച്ച് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മുടെ ഖൗമിലെ ചില ആളുകൾ അതാ മഹാന്മാരായ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ അടിത്തറയായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹുവിന് മാത്രമേ ഇബാദത്തിന്റെ എല്ലാ അംശങ്ങളും നൽകാവൂ എന്ന ഇസ്ലാമിന്റെ അടിത്തറയെ തന്നെ പൊളിച്ചുകൊണ്ട് ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടിൽ.
അവിടെയാണ് എന്തുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് എന്നതിൻ്റെ കാരണങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത. നോക്കൂ, നിങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട്, മഖബറുകളിൽ ചെന്ന് തലകുനിക്കുന്ന മരിച്ചുപോയ മഹാത്മാക്കളോട്, നമ്മുടെ മുൻഗാമികളോട് നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അവർക്ക് തൗഹീദ് എന്ന ഈ സമ്മാനം, സ്വർഗം നിർബന്ധമാക്കുന്ന നരകം നിഷിദ്ധമാക്കുന്ന ഈ തൗഹീദ് എന്ന സമ്മാനം എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതിന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട്, എന്തുകൊണ്ട് ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്തുകൊണ്ട് എന്നതിനുള്ള ഒന്നാമത്തെ കാരണം, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായി എതിർത്തിട്ടുണ്ട്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്നത് അള്ളാഹു ശക്തമായി എതിർത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം പ്രിയപ്പെട്ടവരെ. സൂറത്തുൽ ജിൻ 72-ാമത്തെ അധ്യായം സൂറത്തുൽ ജിന്നിന്റെ 18-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാഹുവിന് പുറമെ ഒരാളെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിന് പുറമെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നോക്കൂ നിങ്ങൾ, മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയാണ്, ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ. അങ്ങനെ ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധ്യന്മാരെ സ്വീകരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫതകൂന മിനൽ മുഅദ്ദിബീൻ, അള്ളാഹുവിന്റെ ശിക്ഷയെ ഏറ്റുവാങ്ങേണ്ട, അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവരുടെ കൂട്ടത്തിലായിരിക്കും അവർ. അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കും അവർ എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇനി രണ്ടാമത്തൊരു കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് പ്രഖ്യാപിക്കാൻ പറയുകയാണ്. സൂറത്തുൽ ജിന്നിന്റെ 20-ാമത്തെ വചനത്തിൽ കാണാം, ഖുൽ നബിയെ, അങ്ങവരോട് പറഞ്ഞു കൊടുക്കണം, അങ്ങവിടുന്ന് പ്രഖ്യാപിക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഒരുത്തനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രഖ്യാപിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉറക്കെ പ്രഖ്യാപിച്ച കാര്യമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തൊരു കാരണം നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ അവർ യാതൊന്നും തന്നെ ഉടമപ്പെടുത്തുന്നില്ല. സൂറത്തുൽ ഫാത്തിറിന്റെ 13-ാമത്തെ വചനത്തിൽ കാണാം, അല്ലാഹു പറയുന്നു, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ, മാ യംലികൂന മിൻ ഖിത്മീർ, അവരതാ ഒരു ഖിത്മീർ പോലും ഉടമപ്പെടുത്തുന്നില്ല. എന്താണ് ഖിത്മീർ എന്ന് പറഞ്ഞാൽ? ഈത്തപ്പനക്കുരുവിന്റെ മുകളിലുള്ള പാട, അതിനാണ് ഖിത്മീർ എന്ന് പറയുക. അതുപോലും അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ ഉടമപ്പെടുത്തുന്നില്ല എന്ന് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, സൂറത്തു സബഇന്റെ 22-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാ, ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർള്, ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു അണുവിന്റെ തൂക്കം പോലും അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ അവർ ഉടമപ്പെടുത്തുന്നില്ല. സഹോദരങ്ങളെ, കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരാൻ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ, എല്ലാത്തിൻ്റെയും മാലിക്കായ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനകൾ. ഇനി നോക്കൂ നിങ്ങൾ, നാലാമത്തൊരു കാരണം, അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ അവർക്ക് ആ പ്രാർത്ഥന കേൾക്കുവാനോ ഉത്തരം നൽകുവാനോ സാധിക്കുകയില്ല എന്നാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പറയാണ് അവർക്കത് കേൾക്കുവാനോ ഉത്തരം നൽകുവാനോ സാധിക്കുകയില്ല. സൂറത്തു യാസീൻ അറിയാത്തവരല്ലല്ലോ. അതിന്റെ തൊട്ടു മുൻപത്തെ അധ്യായം 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിറിന്റെ 14-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും,
നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുന്നതല്ല. വലൗ സമിഉ, ഇനി കേട്ടെന്ന് വെച്ചോളൂ, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർക്ക് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഈ ശിർക്കിനെ നാളെ പരലോകത്തവർ നിഷേധിക്കുകയും ചെയ്യും. ഏതിനെയാ ശിർക്ക് എന്ന് പറഞ്ഞത്? ഈ പ്രാർത്ഥനയെ. മുഹിയുദ്ദീൻ ശൈഖിനെ കൊണ്ടുവരും, അദ്ദേഹത്തോട് ചോദിക്കും, നിങ്ങൾ പറഞ്ഞിട്ടാണോ ഇവര് നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചത്? അദ്ദേഹം പറയും, ഇല്ല റബ്ബേ. ഈസാ നബിയെ കൊണ്ടുവരും, ബദരീങ്ങളെ കൊണ്ടുവരും, അവരോടൊക്കെ ചോദിക്കും, നിങ്ങൾ പറഞ്ഞിട്ടാണോ ഇവര് നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചത്? അന്നേ ദിവസം അവരെല്ലാം അതിനെ നിഷേധിച്ചു കളയുമെന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ പറയാണ് അവർക്ക് കേൾക്കുവാനോ ഉത്തരം നൽകുവാനോ സാധിക്കുകയില്ല എന്ന്. സഹോദരങ്ങളെ, അല്ലാഹു സമീഅാണ്. അല്ലാഹു സമീഅാണ്. ലോകത്തിന്റെ ഏത് മുക്കിൽ നിന്ന് വിളിച്ചാലും, ഏത് ഭാഷയിൽ വിളിച്ചാലും, എത്ര ഉറക്കയാകട്ടെ പതുക്കെയാകട്ടെ, എങ്ങനെ വിളിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുവാനും ഉത്തരം ചെയ്യുവാനും കഴിവുള്ളവനെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. നോക്കൂ നിങ്ങൾ, അഞ്ചാമത്തെ ഒരു കാരണം, അള്ളാഹുവിന് പുറമെ ആ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചവനാണ് ഏറ്റവും വഴിപിഴച്ചു പോയവനെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. നോക്കൂ നിങ്ങൾ, 46-ാം അധ്യായം സൂറത്തുൽ അഹ്ഖാഫിന്റെ 5-ാമത്തെ വചനം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചവനേക്കാൾ അവല്ലായവൻ വഴിപിഴച്ചു പോയവൻ ആരുണ്ടടോ? പരിശുദ്ധ ഖുർആൻ ചോദിക്കാൻ, അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിച്ചവനേക്കാൾ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചവനേക്കാൾ വഴിപിഴച്ചു പോയവൻ ആരാണുള്ളത് എന്ന്? ആരുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നേർമാർഗത്തിലായവൻ ആരാ? അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചവനാ. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചവനാ. സഹോദരങ്ങളെ, ഇനി നോക്കൂ നിങ്ങൾ, സാന്ദർഭികമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നല്ല ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മഴ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ച് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് മഴ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഏകത്വത്തിനുള്ള, അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനുള്ള തെളിവ് ഈ മഴയിലുണ്ട്. സകല മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, യഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ മുൻഗാമികളെയും നിങ്ങളെയും സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അത് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയും അതുപോലെ തന്നെ ആകാശത്തെ മേൽക്കൂരയുമാക്കി തീർത്തവൻ. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഅൻസല മിനസ്സമാഇ മാഅ, അല്ലാഹുവാണ് ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളമിറക്കി തരുന്നത്. അല്ലാഹുവാണ് ആകാശത്ത് നിന്ന് വെള്ളമിറക്കി തരുന്നത്. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ വെക്കരുത്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയാണ് റബ്ബ്. എവിടെ? മഴയെക്കുറിച്ച് പറഞ്ഞിട്ട്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ എതിർക്കുകയാണ് റബ്ബ്. എവിടെ? മഴയെക്കുറിച്ച് പറഞ്ഞിട്ട്. എന്താ കാരണം? നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ മുശ്രിക്കുകളും വിശ്വസിച്ചിരുന്നു മഴ വർഷിപ്പിക്കുന്നത് റബ്ബാണ് എന്ന്, മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹു ആണ് എന്ന് അബൂജഹലും അബൂലഹബും അടക്കം അവിടെയുള്ള മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. അല്ലേ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ, ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തരുന്നത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ, ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ മുളപ്പിക്കുന്നത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ, മക്കയിലെ മുശ്രിക്കുകളുടെ മറുപടി എന്താണ്? അല്ലാഹു ആണെന്നാണ് അവർ മറുപടി പറയുക. നോക്കൂ സഹോദരങ്ങളെ, അബൂജഹലും അബൂലഹബും അടക്കം അവിടെയുള്ള മുശ്രിക്കുകളെല്ലാം വിശ്വസിച്ചിരുന്നു മഴ വർഷിപ്പിക്കുന്നത് അല്ലാഹു ആണെന്ന്, ലോകത്തെ നിയന്ത്രിക്കുന്നത് അല്ലാഹു ആണ് എന്ന്. എന്നിട്ടും ഇബാദത്തിൽ അവർ പങ്കുചേർത്തു. അവിടെയാണ് അവർക്ക് പിഴച്ചുപോയത്. എന്നാൽ സഹോദരങ്ങളെ, ഇന്ന്
ഈ പറഞ്ഞ ഈ മുശ്രിക്കുകളെ അബൂജഹലിനെയും അബൂലഹബിനെയും കടത്തിവെട്ടിയിരിക്കുകയാണ് നമ്മുടെ സമുദായത്തിൽ പേര് ചേർക്കപ്പെട്ട ചില ആളുകൾ. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? നമ്മുടെ നാട്ടിൽ അതാ മുസ്ലിം വീടുകളിൽ പലതിലും ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഖുതുബിയ്യത്തിന്റെ തുടക്കത്തിൽ എന്താണ് പറയുന്നത്? യാ ഖുതുബ അഹ്ലി സമാഇ വൽ അർളി ഗൗസഹുമാ യാ ഫൈള ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ യബ്നൽ അലിയൈനി ഖദ് അഹറസ്ത ഇർസഹുമാ യാ ഖൈറ മൻ കാന യുദ്ആ മുഹിയ്യദ്ദീനി. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഇതിന്റെ അർത്ഥം ഈ ആളുകൾ തന്നെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആകാശഭൂമികളുടെ കേന്ദ്രബിന്ദുവായ മുഹിയുദ്ദീൻ ശൈഖേ, അവരുടെ സഹായമായ ശൈഖേ, അതുപോലെ തന്നെ അവിടെയുള്ളവർക്ക് സഹായമായി കൊണ്ട് മഴയും അരുവികളും ഒഴുക്കുന്ന മഹാനെ എന്നാണ്. നഊദു ബില്ലാഹ്. നോക്കൂ നിങ്ങൾ, മഴയും അരുവികളും ഒഴുക്കുന്ന മഹാനെ എന്നാണ്. ആരെ പറ്റിയിട്ടാ? മഹാനായ മുഹിയുദ്ദീൻ ശൈഖിനെ പറ്റിയിട്ടാണ്. മക്കയിലെ മുശ്രിക്കുകൾ പോലും പറഞ്ഞിരുന്നു, ആരാ മഴ പെയ്യിക്കുന്നത് എന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്. എന്നാൽ അവരെപ്പോലും കടത്തിവെട്ടിയ വിശ്വാസത്തിലാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് പലരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് എന്താണ്? അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനല്ലേ? മഴ ലഭിക്കുമ്പോൾ നല്ല മഴ ലഭിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. അള്ളാഹുവിനെയാണ് വിളിക്കുന്നത്, അള്ളാഹുവിനെയാണ് വിളിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, മഴ ലഭിച്ചതിന് ശേഷം അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മ, അതും അള്ളാഹുവിനോടാണ്. ഇനി മഴ അധികരിച്ചാലുള്ള പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. നോക്കൂ നിങ്ങൾ, ഇതെല്ലാം ആരോടാണ്? അള്ളാഹുവിനെ വിളിച്ചിട്ടാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ്. അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്നതിന്റെ തെളിവാണ് പ്രിയപ്പെട്ടവരെ ഈ മഴ. അള്ളാഹുവിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് തിരിച്ചുവിടുന്ന ഈ ബൈത്തുകളിൽ നിന്നും അതുപോലെ തന്നെ മൗലൂദുകളിൽ നിന്നും ഖുതുബിയ്യത്തുകളിൽ നിന്നുമെല്ലാം പിന്തിരിഞ്ഞ് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, ഏഴാമത്തൊരു കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരികയാണ്. വമയ്യദഉ മഅല്ലാഹി ഇലാഹൻ ആഖർ. അള്ളാഹുവിന് പുറമെ ആരാണോ അള്ളാഹുവിന്റെ കൂടെ മറ്റ് ആരാധ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അവരുടെ അടുക്കൽ ലാ ബുർഹാന ലഹു ബിഹി, അതിന് ഒരു തെളിവുമില്ല. അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിക്കാൻ, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു തെളിവുമില്ല. പരിശുദ്ധ ഖുർആൻ പറയുക, ഒരു തെളിവുമില്ല. എന്നാൽ സഹോദരങ്ങളെ, വളരെ കൃത്യമായി നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. പരിശുദ്ധ ഖുർആൻ ഇത്രയും വ്യക്തമായി പറയുന്നു അള്ളാഹുവിന് പുറമെ മറ്റാളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ ചില പുരോഹിതന്മാരതാ തെളിവുണ്ടാക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അത് നബിമാരാകട്ടെ, സ്വാലിഹീങ്ങളാകട്ടെ, അമ്പിയാക്കന്മാരാകട്ടെ, ആരുമാകട്ടെ, ഒരാളെയും അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ തെളിവില്ല. എന്നാൽ നമ്മുടെ ഖൗമിലെ ചില പണ്ഡിതന്മാർ, ചില പുരോഹിതന്മാർ, അവരതാ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അതിന് തെളിവുണ്ടാക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ആയത്തുകളെ പോലും വളച്ചൊടിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി നമ്മളൊന്ന് ചിന്തിക്കണം. പരിശുദ്ധ ഖുർആനല്ലേ ഏറ്റവും വലിയ തെളിവ്? പരിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ, മഹാന്മാരായ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആനില്ലേ? പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി ചിന്തിക്കണം. നോക്കൂ നിങ്ങൾ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, ആദമും ഹവ്വയും പറഞ്ഞു, റബ്ബന ളലംനാ അൻഫുസന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിതാ ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം കാണിച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, റബ്ബിനെയാണ് വിളിച്ചത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, ഖാല റബ്ബിൻസുർനി, അല്ലാഹുവേ നിന്റെ നസ്ർ, നിന്റെ സഹായം നൽകണമേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, നല്ല സന്താനത്തെ നൽകണമേ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, റബ്ബി ഇശ്റഹ് ലീ സദ്രി, റബ്ബിനോടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, റബ്ബി സിദ്നി ഇൽമാ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു
അയ്യൂബ് അദ്ദേഹത്തിന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, ഫനാദാ ഫിൽ ദുലുമാത്ത്, ഇരുട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് യൂനുസ് നബി വിളിക്കുകയാണ്. രാത്രിയാണ്, രാത്രിയുടെ ഇരുട്ട്, കടലിനടിയിലെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറ്റിലെ ഇരുട്ട്, അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുന്നത് അല്ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവിനെയാണ്. പ്രിയപ്പെട്ടവരെ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, ഹുനാലിക ദആ സക്കരിയ റബ്ബ, സക്കരിയ അവിടുന്ന് സക്കരിയയുടെ റബ്ബിനെ വിളിച്ച സന്ദർഭം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി. നിങ്ങൾ ഈ പ്രാർത്ഥനകളെല്ലാം അല്ലാഹുവിനോടാണ്, റബ്ബിനോട് മാത്രമാണ്. ഇനിയും നിങ്ങൾ പ്രാർത്ഥനകൾ എടുത്ത് പരിശോധിച്ചോളൂ. മറിയം ബീവിയുടെ പ്രാർത്ഥന, മറിയം ബീവിയുടെ ഉമ്മാന്റെ പ്രാർത്ഥന, സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥന, ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥന, മലായികത്തുകളുടെ പ്രാർത്ഥന, ഇതെല്ലാം പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനോട് മാത്രമാണ്. പരിശുദ്ധ ഖുർആനിലെ 30 ജുസുകൾ, 114 അധ്യായങ്ങൾ, 6000-ലധികം വരുന്ന ആയത്തുകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 10,000-കണക്കിന് വരുന്ന സ്വഹീഹായ ഹദീസുകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വല്ലാഹി വതല്ലാഹി ലോകാവസാനം വരെ ഒരു തെളിവ് കണ്ടുപിടിക്കുക സാധ്യമല്ല. കാരണം അല്ലാഹു പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, ആരാണോ അല്ലാഹുവിന് പുറമെ മറ്റ് ആരാധന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ലാ ബുർഹാന ലഹു ബി, അതിനൊരു തെളിവുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഇത്ര വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു എന്ന് പറയുമ്പോൾ, കാര്യങ്ങൾ ഇത്ര വ്യക്തമായി റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്നു എന്ന് പറയുമ്പോൾ, ഇത്ര കൃത്യമായി തെളിവുകൾ കേട്ടിട്ടും ഇനിയും അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടില്ല എങ്കിൽ, അല്ലേ, ചില ആളുകൾക്ക് തോന്നും, എങ്ങനെ ഇപ്പൊ ഉസ്താദ് പറയണത് ശരിയല്ലാണ്ടിരിക്കുക, അവര് കുറെ കാലം പള്ളി ദർസിൽ ഓതി പഠിച്ച ആൾക്കാരല്ലേ, അവര് കുറെ കിതാബൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരല്ലേ, എങ്ങനെ ഇപ്പൊ അവര് പറയണത് തെറ്റാ എന്നൊക്കെ പറഞ്ഞ് ഇനിയും ഖുർആനിന്റെ മുകളിൽ ഉസ്താദുമാരുടെ വാക്കുകൾക്കാണ് നമ്മൾ വില കൽപ്പിക്കുന്നതെങ്കിൽ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മുന്നറിയിപ്പ് നമ്മളോടാണ്, അള്ളാഹുവിന്റെ മുന്നറിയിപ്പ് നമ്മളോടാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയാ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടുള്ള ആളുകളെ, ഇന്ന കതീറം മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ, തീർച്ചയായും പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകളും ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, അവർ അന്യായമായി ജനങ്ങളുടെ ധനം ഭക്ഷിക്കുന്നവരാണ്. മാത്രമല്ല വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയാണ് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകളും അവർ അന്യായമായി ജനങ്ങളുടെ ധനം ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവർ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലേക്കും ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം. അതല്ല ഇനിയും ഉസ്താദുമാര് പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ നാളെ പരലോകത്ത് വിലപിക്കേണ്ടി വരും. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ അങ്ങനെയുള്ള ആളുകൾ ഉസ്താദുമാരെ പിൻപറ്റി പരിശുദ്ധ ഖുർആനും ഹദീസിനും പുറകെ അതിന്റെ തെളിവുകൾ അത് വിശ്വസിക്കാതെ അതിനനുസരിച്ച് അമൽ ചെയ്യാതെ ഉസ്താദുമാരും നേതാക്കന്മാരും പറയുന്നത് കേട്ട് പോയ ആളുകൾ നാളെ പരലോകത്ത് വരും. അവരുടെ വിലാപം പരിശുദ്ധ ഖുർആനിൽ കാണാം. അവര് പരലോകത്ത് വന്നിട്ട് പറയും, അത്വഅനാ സാദതനാ വ കുബറാഅനാ, അല്ലാഹുവേ, ഞങ്ങളുടെ നേതാക്കന്മാരെ, ഞങ്ങളുടെ പണ്ഡിതന്മാരെ, ഞങ്ങളുടെ ഉസ്താദുമാരെ ഞങ്ങൾ അനുസരിച്ചു പോയി. ഫഅദല്ലൂന സബീല, അവരാകട്ടെ ഞങ്ങളെ വഴി പിഴപ്പിച്ചു കളഞ്ഞു അല്ലാഹ്. എന്നിട്ട് അവർക്കെതിരിൽ പ്രാർത്ഥിക്കും, റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്, അല്ലാഹുവേ, അവർക്ക് നീ അദാബ് ഇരട്ടിയായി നൽകണമേ. വൽഅൻഹും ലഅനൻ കബീറ, അങ്ങേയറ്റത്തെ ശാപം നീ അവരെ ശപിക്കണേ അല്ലാഹ് എന്ന് നാളെ പരലോകത്ത് പറയുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ തെളിവുകൾ അത് കൃത്യമാണ്, അത് വ്യക്തമാണ്. അത് മനസ്സിലാക്കി അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ, അള്ളാഹുവിനെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളായി മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ നല്ലവരായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്തുകൊണ്ട് എന്നതിനുള്ള കൃത്യമായ കാരണങ്ങളാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവുകൾ ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇനി ഈ പറഞ്ഞ കാരണങ്ങളെക്കാൾ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ, അതിലൊന്ന് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞ ആയത്തിൽ അതിൻ്റെ അവസാനത്തിൽ കാണാം, വലാ ഉശ്രികു ബിഹി അഹദ, അവനോട് യാതൊരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഷിർക്കാണ്. ഷിർക്കാകട്ടെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഗുരുതരമായ പാപവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് വെച്ചാൽ, ഒരൊറ്റ കാര്യം, പരിശുദ്ധ ഖുർആൻ ഒരൊറ്റ വിഭാഗത്തിനാണ് സ്വർഗം നിഷിദ്ധമാണെന്ന് പറഞ്ഞത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരൊറ്റ വിഭാഗത്തിനാണ് പരിശുദ്ധ ഖുർആൻ സ്വർഗം ഹറാമാണ് എന്ന് പറഞ്ഞത്. അതേതാ വിഭാഗം? ഇന്നഹു മയ്യുശ്രിക് ബില്ലാ, ആര് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവോ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, ഇതിനെല്ലാം അപ്പുറം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നേരിട്ട് കൽപ്പിച്ച കാര്യമാണ് അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, ചില പുരോഹിതന്മാർ ഇസ്തിഗാസ എന്നും ഇസ്തിശ്ഫ എന്നും ഒക്കെ ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരിലേക്ക് ജനങ്ങളുടെ പ്രാർത്ഥനയെ തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ, ലോകത്തിന്റെ നാഥൻ പരിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പറയുന്നു, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. സൂറത്തു ഗാഫിറിലെ വചനമാണ്. സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ വചനമാണ്. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഒക്കെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലുല്ലാഹ മിൻ ഫളലി, നിങ്ങൾ അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുക. തീർച്ചയായും ഫഇന്നല്ലാഹ യുഹിബ്ബു അയ്യസ്അൽ, അള്ളാഹുവിനോട് ചോദിക്കുന്നതിനെ അവൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അവനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന് കോപം വരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് പിടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇദാ സഅൽത ഫസ്അലില്ലാ, മോനെ നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവും അവന്റെ റസൂലും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് എന്നുള്ള കാര്യം. സൂറത്തുൽ ബഖറയിൽ നോമ്പിന്റെയും ഖുർആൻ അവതരണത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ പേജ് അവസാനിക്കുന്നത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്നുള്ള ആയത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയാണ്, പ്രവാചകരെ, എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ളവനാണ്. സൂറത്ത് ഖാഫിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ മനസ്സുകൾ മന്ത്രിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, അവന്റെ ഹൃദയത്തിൽ അവൻ മന്ത്രിക്കുന്നത്, അവന്റെ കണ്ണുകളുടെ കള്ളനോട്ടം, അത് ഞാൻ അറിയുന്നുണ്ട്. അല്ലാഹ് പറയാണ്, വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ജീവനാഡിയേക്കാൾ നാം അവനോട് അടുത്തുള്ളവനാണ് എന്നാണ്. സഹോദരങ്ങളെ, അത്ര അടുത്തുള്ള റബ്ബ്, ആ റബ്ബ് നമ്മളോട് പറയുകയാണ്, ഫലിയസ്തജീബു ലി ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ,
വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, ഫലിയസ്തജീബൂലി, ഞാൻ അവർക്ക് ഉത്തരം നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടേണ്ടതല്ല നമ്മുടെ പ്രാർത്ഥനകൾ. മറിച്ച് നമ്മുടെ പ്രാർത്ഥന ലോകത്തെ സൃഷ്ടിച്ച് നിയന്ത്രിച്ചു പോരുന്ന റബ്ബാരാണോ ആ റബ്ബിലേക്കായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ തിരിയേണ്ടത്. നമ്മെ സൃഷ്ടിച്ച് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കൃത്യമായി പരിപാലിച്ചു പോരുന്ന റബ്ബിലേക്കായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ തിരിച്ചുവിടേണ്ടത്. തീയിന് തണുപ്പ് നൽകി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ രക്ഷിച്ച റബ്ബിനോട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും ചെങ്കടൽ പിടർത്തി രക്ഷിച്ച റബ്ബിനോട്, പ്രകൃതിയുടെ സാധാരണയുള്ള സ്വഭാവത്തെ പോലും മാറ്റിമറിച്ചുകൊണ്ട് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയ റബ്ബിനോട്, ആ റബ്ബിനോട് മാത്രമായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് റബ്ബിനോട് പ്രാർത്ഥിച്ചോ ആ റബ്ബിനോട്, ബദരീങ്ങളോടല്ല, ബദരീങ്ങൾ ഏതൊരു റബ്ബിനോട് പ്രാർത്ഥിച്ചോ ആ റബ്ബിനോടായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ട് സഹോദരങ്ങളെ, കേട്ട കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ജീവിതത്തിലേക്ക് പാഠം ഉൾക്കൊള്ളുവാനും ഇത് എത്തിയിട്ടില്ലാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മരണം വരെ എത്ര വലിയ പ്രതിസന്ധി പ്രയാസങ്ങൾ വന്നാലും അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലൂടെ തെളിവുകളാണ് കൃത്യമായി പറഞ്ഞത്. അതുകൊണ്ട് ഗൗരവത്തിൽ ചിന്തിക്കുകയും ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സാന്ദർഭികമായി 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 30-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ മസ്ജിദിൽ വെച്ച് വിജ്ഞാനവേദി നടക്കുന്നുണ്ട്. ബഹുമാന്യനായ മുനവ്വർ സ്വലാഹി നാഥൻ നൽകുന്ന ആശ്വാസവാക്കുകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നതായിരിക്കും. നമ്മളെല്ലാവരും കുടുംബസമേതം വരുവാനും അള്ളാഹുവിൻ്റെ ദീന് കേൾക്കുന്ന സദസ്സിൽ വന്നിരുന്ന് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കുവാനും നമ്മൾ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ മഹത്വം എത്രത്തോളമാണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അറിവന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്ന മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ മുഴുവൻ പഠിക്കണമെന്നല്ല പറഞ്ഞത്, ഹദീസുകൾ മുഴുവൻ പഠിക്കണമെന്നല്ല പറഞ്ഞത്, മറിച്ച് അതിനുവേണ്ടി ഒരു ചെറിയ അതിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ചാൽ മതി. ഞായറാഴ്ച ക്ലാസ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അത് തന്നെ നമ്മുടെ സ്വർഗത്തിലേക്ക് വഴി എളുപ്പമാക്കി തരുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ദീന് പഠിക്കുന്ന രംഗത്ത്, ദീന് കേൾക്കുന്ന രംഗത്ത് വലിയ ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ വിഷയത്തിലും ആ ശ്രദ്ധ നമുക്കുണ്ടാകണം. മരണത്തിനപ്പുറം നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യം വലദുൻ സാലിഹ് എന്നാണ്. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ വലത് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി വളർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവർക്ക് അവരുടെ ദീനീ പഠനം കൃത്യമാക്കുന്നതിന് വേണ്ടി CRE സംവിധാനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുവാനെല്ലാം നമുക്ക് സാധിക്കണം. മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിലൂടെ ജീവിച്ച് നാളെ പരലോകത്ത് വിജയം കൊയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. രോഗം കൊണ്ടും കടം കൊണ്ടും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ജില്ലയിലെ നമ്മുടെ 2 ആദർശ സഹോദരങ്ങളുടെ പിതാവ് അദ്ദേഹം ഹജ്ജിന് പുറപ്പെട്ടതായിരുന്നു. പിന്നീട് ശാരീരികമായ പ്രയാസങ്ങൾ വന്ന് ഇപ്പോൾ വെന്റിലേറ്ററിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ രോഗം എളുപ്പത്തിൽ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ ശമനം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വേറെയും ധാരാളം ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു അവരുടെ കാര്യത്തിൽ എളുപ്പമുണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു വിശാലവും പ്രകാശപൂരിതവുമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന യഥാർത്ഥ വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
النوبات إنك مجيب الدعوات يا قاضي الحاجات. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين.